ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തില്ല, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും വായിച്ച പോലെ തന്നെ നമ്മളെ കസിൻ്റെ കല്യാണം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടേനു. നമ്മൾ ഉപ്പാൻ്റെ വീട്ടുകാരാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തിൽ ഉപ്പാൻ്റെ വീട്ടിലാണ് കല്യാണം പറയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 2 റെസിപ്പീസ് കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കാഷ്യൂസും ബദാമും എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് കാഷ്യൂസും 1/4 കപ്പ് ബദാമും എടുത്ത് വെച്ചിട്ടുള്ള. ഇനി ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതും കൂടെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും ബദാമും ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും കേട്ടോ. ഇനി ആ ഒരു പാത്രത്തിലേക്ക് തന്നെ തിരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പാനില്ലേ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് 2 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആ ഒരു സമയത്ത് ഇതിലേക്ക് ബ്രൗൺ കളറായിട്ട് വരും. ആ ഒരു സമയത്തില്ലേ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിലില്ലേ കുറേ സമയം ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ഷുഗർ ക്രിസ്റ്റൽസ് അങ്ങനെ തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും ബദാമും ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റിലെ അതിലേക്ക് മാറ്റി എല്ലാം ഒന്ന് പരത്തി കൊടുക്കട്ടെ. നിങ്ങളെ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇതില്ലേ നിങ്ങളെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കുക, നേരിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മേലെയാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പുഡിങ്ങിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്ക് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്കിട്ട് അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ വന്നിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മളില്ലേ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും പ്രത്യേകിച്ച് കുക്കിംഗ് ചെയ്യുന്ന സമയത്തില്ലേ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ കുക്കിംഗ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറിലേക്ക് ഞാൻ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് 1.5 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 3 പാക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതിയാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സും അതേപോലെ തന്നെ ചൈന ഗ്രാസ് കുതിർത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തതാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടായി വരുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. ഒരു 1/2 കപ്പ് ക്രീം ചീസും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. 4 പീസ് ബ്രെഡ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം തിളച്ച് വരട്ടെ. ഈസിയാണ് കേട്ടോ ഈ ഒരു പുഡിങ്, കഴിക്കാനും അടിപൊളിയാണ്. പാർട്ടികളിലെല്ലാം സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പുഡിങ് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ ബ്രെഡും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു അരിപ്പയിലൂടെ അരിച്ച് നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത് അതിലേക്ക്
അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പ്രളയന് അതൊന്ന് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ ഇതേപോലെ ആയി വരും കേട്ടോ. എന്നിട്ട് കൈവച്ചൊന്ന് പൊട്ടിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് പുഡിങ്ങിൻ്റെ മേലെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പുഡിങ്ങില്ലേ അതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നേരെ ഫ്രീസറിലേക്ക് വെക്കുക. 1 മണിക്കൂറിന് ശേഷം താഴെ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മൾ ഈ ഒരു ബട്ടർ പുഡിങ്ങില്ലേ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്ക്. പാർട്ടികളിലെല്ലാം വിളമ്പാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടേനും. രണ്ടാമത്തെ റെസിപ്പി നമ്മൾ ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. ചിക്കൻ കൊണ്ടാട്ടം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചിക്കന് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 2 കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചില്ലി പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ദാ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിനെഗറും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നാൽ നമ്മുടെ കല്യാണ വീടുകളിലെല്ലാം കിട്ടുന്ന പോലെ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് പുറം ഭാഗം നല്ല ക്രിസ്പായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇല്ലേ ഈ ഒരു വീട്ടിലാണ് കേട്ടോ കല്യാണം പറയാൻ വേണ്ടിയിട്ട് വരുന്നത്. എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോളെ കല്യാണം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കറിവേപ്പില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അതും കഴിഞ്ഞിട്ടുണ്ടേനും. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടേനും. അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ഫസ്റ്റ് നമ്മൾ ചെയ്യുക. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടേനും കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും കാണിക്കാത്തത്. പിന്നെ എന്താ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടേനും. അതെല്ലാം കഴുകി എടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ ഏകദേശം സമയമാവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ അതിന് മുന്നായിട്ട് തന്നെ ഞാൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതിലേക്ക് വൈറ്റ് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കാണാനും അത് കഴിക്കാനും നല്ല അടിപൊളിയായിരിക്കും. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലില്ലേ കല്യാണ വീടുകളിലായാലും റെസ്റ്റോറൻറ്റിലായാലും നമ്മൾ ചിക്കൻ ഡ്രൈ ഫ്രൈ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ വൈറ്റ് കാണുമ്പോൾ തന്നെ നല്ല രസമായിരിക്കട്ടെ ഉണ്ടാവാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ചിക്കൻ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടികട്ടിയുള്ള പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ഈ ഒരു എണ്ണയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഉണ്ടാവാൻ. ഇതുവരെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇതേപോലെ പൊരിച്ച് വെക്കുക. നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പാർട്ടികളിലെല്ലാം വിളമ്പാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അപ്പോൾ അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കുന്നത് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല അടിപൊളിയായിട്ട് വിട്ട് കിട്ടുന്ന രീതിയിൽ ആവുകയും ചെയ്യും കേട്ടോ. നല്ലോണം എണ്ണ ചൂടായി തിളച്ച് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ കുക്കായി കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമ്മൾ ചിക്കൻ്റെ ഉൾഭാഗം നല്ലോണം വെന്ത് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ.
ഇപ്പോൾ ദാ നമ്മൾ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മളെ ഗസ്റ്റെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കാർണറും അതുപോലെ തന്നെ അമ്മായിയും അമ്മായിൻ്റെ വീട്ടുകാരുമാണ് കല്യാണം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അതാ നമ്മളെ പുഡിങ് ഏകദേശം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ച് കൊടുത്തതിന് ശേഷം താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അതാ നമ്മളെ പുഡിങ് അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നേഹ അത് അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ മുറ്റത്ത് തന്നെയാണ് നമ്മൾ തറവാട്. ആ ഒരു വീട്ടിലാണ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ ചിക്കന് മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കറിവേപ്പില, പച്ചമുളക്, ചുവന്നമുളക് ആ ഒരു മിക്സില്ലേ, അതും കൂടെ ഈ ഒരു ചിക്കൻ ഫ്രൈയിലേക്ക് ഇട്ടെടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈയുടെ മൊത്തത്തിൽ റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചിക്കൻ പൊരിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായമെല്ലാം പറയണേ. ഇനിയിപ്പോൾ ഇതാ ഗസ്റ്റ് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടേനും. പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയല, എന്നിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യല, ഡ്രസ്സിങ്ങിൻ്റെ കാര്യവും അതേപോലെ തന്നെ അന്നത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവർ. പിന്നെ ഇനിയിപ്പോൾ തറവാട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അൽസയും അതുപോലെ തന്നെ കട്ടിങ് ഫ്രൂട്ട്സും ഉണ്ടേനും. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കലാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കലും പുഡിങ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇല്ലേ, കല്യാണം പറയാൻ വരുന്ന സമയത്ത് നമ്മളെ കല്യാണ പെണ്ണില്ലേ, ഓളെയും കൂടെ ക്ഷണിച്ചിട്ടുണ്ടേനു കേട്ടോ. കുട്ടികളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടേനും. അങ്ങനെ ബാക്കിയുള്ള കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഓൾക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കേക്ക് വാങ്ങിയിട്ട് അങ്ങനെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളറിയാണ്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ. അപ്പോൾ അവിടുന്ന് കേക്കും കൊണ്ട് പാട്ടെല്ലാം പാടിയിട്ട് അങ്ങനെ അവളെ കൂട്ടിയിട്ട് വരുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഔദ്യോഗികമായിട്ട് നമ്മളെ കല്യാണം പറയൽ ആ ഒരു ചടങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ അങ്ങനെയാണ്, ഉപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം ഫസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എല്ലായിടത്തും അങ്ങനെയൊന്നും അറിയില്ല. നിങ്ങളെല്ലാം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നാട്ടിൽ അങ്ങനെയാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈക്ക് തരണേ പ്ലീസ്. പിന്നെ നമ്മളെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അതെന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.